ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇതിപ്പം രാവിലെ ചപ്പാത്തിൻ്റെ പരിപാടികളാണ്. ഇന്നലെ ദോശയ്ക്ക് അരി ഇട്ടില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ മാവ് ഇടുകയാണ് കേട്ടോ. ഇതിപ്പം ഞാനിങ്ങനെ മാവ് കുഴയ്ക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് ഏട്ടനൂടെ വന്നു കേട്ടോ. ഏട്ടനാണ് ഇതുപോലെ ചപ്പാത്തിയും പൊറോട്ടയും പിന്നെ റുമാൽ പൊറോട്ടയൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടാക്കും കേട്ടോ. നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ട് ഈ സാധനങ്ങളൊക്കെ ഏട്ടൻ ഉണ്ടാക്കും കേട്ടോ. ഇനിയിപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ചന്തയിലോട്ടൊന്ന് പോകണേ. അത് കഴിഞ്ഞിട്ട് മോനെ ഹോസ്പിറ്റലൊന്ന് കൊണ്ടുപോകണം കേട്ടോ. മോൻ്റെ കയ്യിലൊക്കെ ചെറിയ ചെറിയ കുരുക്കൾ വരുന്നുണ്ട്. അത് കുറേ നാൾ മുന്നേ ഇതുപോലെ വന്ന് ചെറിയ പനിയും വന്നിട്ടാണ് കേട്ടോ ഇതുപോലെ കുരുക്കളൊക്കെ വരുന്നത്. അങ്ങനെ അന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതുപോലെ കുരുക്കൾ വരുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ചന്തയിലൊക്കെ പോയിട്ട് ഒന്ന് മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. ഏട്ടനായിരിക്കും കേട്ടോ കൊണ്ടുപോകണത്. ഇതിപ്പോൾ ഇന്ന് ബ്രഷൊന്നും എടുത്തില്ല. ഈ ചപ്പാത്തിയിൽ ഇതുപോലെ മറ്റേ നെയ്യ് പുരട്ടാനേ ഇതുപോലെ സ്പൂൺ എടുത്തിട്ട് തേക്കുക കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ ദേശീയ ഭക്ഷണം ദോശയായിരുന്നു കേട്ടോ. ഇപ്പം അത് മാറി ഇപ്പോൾ ദേശീയ ഭക്ഷണം ഈ ചപ്പാത്തിയിലോട്ടായേ. ഇതിപ്പം ലക്കിക്കൊക്കെ സ്കൂളിൽ പോകുമ്പോഴേ പിള്ളേരൊക്കെ ഈ ചപ്പാത്തിയൊക്കെ ആയിരിക്കും മിക്ക ദിവസവും കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ദോശയൊക്കെ അങ്ങോട്ട് വലിയ രസമില്ലാണ്ടായിപ്പോയി. പിന്നെ ചപ്പാത്തി മതിയെന്ന് പറച്ചിലായിട്ടാണ്. അങ്ങനെ ഇപ്പോൾ ചപ്പാത്തി തന്നെ 3 ടൈപ്പ് ഉണ്ടാക്കും. ഇത് നമ്മൾ മറ്റേ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കില്ലേ, ഫുൽക്ക എന്ന് പറയില്ലേ, ഫുൽക്ക അതുണ്ടാക്കും. പിന്നെ ഇതുമാതിരി ചപ്പാത്തി ഓയിലൊക്കെ തേച്ചിട്ടുണ്ടാക്കും. പിന്നെ നെയ്യില്ലേ അത് വെച്ചിട്ടുണ്ടാക്കും. പിന്നെ റുമാൽ പൊറോട്ട, അങ്ങനെ പല ടൈപ്പുകൾ 3 കൂടുതൽ വെറൈറ്റി ഉണ്ടാക്കും കേട്ടോ. പണ്ട് നന്ദി ഇതുപോലായിരുന്നു കേട്ടോ. ഇങ്ങനെ ദോശ ഇഡ്ഡലിയൊക്കെ ഇങ്ങനെ സ്കൂളിൽ കൊടുത്തു വിടുമ്പോഴേ വന്ന് പറയുമായിരുന്നു ക്ലാസ്സിലെ പിള്ളേരെല്ലാവരും ഇതുപോലെ ചപ്പാത്തിയാണ് കൊണ്ടുവരുന്നത്, എനിക്കും ഇനി ചപ്പാത്തി മതിയെന്ന് കേട്ടോ. ഇതിപ്പം ആ ഒരു ടൈമിൽ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ആഫ്രിക്കേൻ്റെ പൂവടം പോലൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെയാണ് കുറച്ചെങ്കിലും ഷേപ്പ് വന്നത്. ഇതിപ്പം അവർക്ക് ഉച്ചവരെ ക്ലാസ്സുള്ളൂ. അപ്പം അവരുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കുട്ടികളെല്ലാം കൊണ്ടുവരുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ചോറും കറിയൊന്നും ആരും കൊണ്ടുവരാറില്ലേ. അല്ലെങ്കിൽ വല്ല ഫ്രൈഡ് റൈസോ അത് കണക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടും. അത് നന്ദയ്ക്കാണെങ്കിൽ കൂടുതലും ഇഷ്ടം ചപ്പാത്തി തന്നെയായിരുന്നു. പിന്നെ ഞാൻ ചപ്പാത്തിയിലോട്ടങ്ങ് തിരിഞ്ഞ് ഇപ്പോൾ ലക്കിയും ഏകദേശം ആ ഒരു രീതിയിൽ വരികയാണ് കേട്ടോ. നന്ദയുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ അവർ ഷെയർ ചെയ്യുമായിരുന്നു. ഇവൾക്ക് അവരുടെ ചപ്പാത്തിയും കൊടുക്കും, അവർക്ക് തിരിച്ച് ഇവളുടേതും കൊടുക്കും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ ചന്തയിലോട്ട് പോവാണേ. താണ്ട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ലക്കീൻ്റെ ആ കുരുക്കൾ വരുന്നതെന്ന് പറഞ്ഞില്ലേ, ഇത് വരുമ്പോൾ ആൾക്ക് പനിയും വരും കേട്ടോ. അങ്ങനെ ചെറിയൊരു പനീൻ്റെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട്. അങ്ങനെ വിചാരിച്ച് കുഞ്ഞിനെ ഒന്ന് കൊണ്ടുപോയിട്ട് വരാമെന്ന്. ഇന്നാൾക്കും ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊണ്ടുപോയി ഇതുപോലെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞ് ഇതിപ്പോൾ പനി വരുന്നതിൻ്റെ ഇപ്പോഴുള്ള പനി ഇങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. അങ്ങനെ ഇതിപ്പോൾ കണ്ടപ്പോൾ കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇനിയിപ്പം ഈ ചന്തയിൽ വന്ന് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചതാണേ. ഇതിപ്പം ഇവിടെ മീനുള്ള ദിവസമാണ്, എല്ലാ ദിവസമൊന്നും ഇവിടെ മീൻ കാണത്തില്ല കേട്ടോ. അങ്ങനെ ഈ മീനൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇതിപ്പോൾ പോണത് ഏട്ടനും ലക്കിയും കൂടാണ് കേട്ടോ പോണത്. ദാണ്ട ഈ മീൻ കണ്ടോ, ഇതിന് ഭയങ്കര മുള്ളാണ്. ഞങ്ങൾ ഇന്നാൾക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വാങ്ങിച്ചിട്ട് വറുത്ത് എടുത്തതാണ് കേട്ടോ. കംപ്ലീറ്റ് മുള്ളായിരുന്നു. ഈ കുഞ്ഞ മീനില്ലേ ആണ്ട് എല്ലാം കിടന്ന് പിടയ്ക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഇവർ വിൽപ്പന നടന്നില്ലെങ്കിൽ ഇത് തിരിച്ചാ വെള്ളത്തിൽ തന്നെ കൊണ്ടിടുമെന്ന് തോന്നും കേട്ടോ. ഇതാണ്ടേ ഈ ലക്കി കാണിക്കുന്നുണ്ടോ, ഞാൻ അപ്പോഴാണ് കേട്ടോ കണ്ടത്. ആ നിൽക്കുന്ന ആ കുട്ടിയില്ലേ, ലക്കീൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. ഞാനിത് കണ്ടില്ലായിരുന്നു. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും കലാശവും ഒക്കെ കാണിക്കുക കേട്ടോ. ദാണ്ട് എന്തൊക്കെയോ കാണിക്കുന്നു. ഞാൻ ആദ്യമൊന്നും കണ്ടില്ല. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ലക്കി എന്തൊക്കെയോ നിന്ന് കാണിക്കുന്നു. നോക്കിയാൽ അപ്പുറത്തൊരു പെൺകുട്ടി നിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ലക്കിയുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഫ്രണ്ട്സ് ആക്കുന്ന രീതിയാണേ. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ ആരടാ അതെന്ന്. പറയില്ല, അമ്മ അതെൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന്. പിന്നെ ഇവിടെ നിന്ന് അപ്പുറം നിന്ന് രണ്ടുപേരും കുറേ നേരം താണ്ടേ ഇതേ കണക്ക് ഓരോരോ വേലത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ ചന്തയിൽ നിന്ന് തിരിച്ച് വരുന്നതുവരെ ഇത് തന്നെയായിരുന്നു കേട്ടോ രണ്ടുപേരുടെയും പണികൾ. അപ്പോഴും ആ കുട്ടിയും പറയുന്നുണ്ട്, എൻ്റെ അമ്മേനോട് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതാണ് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ പരിചയപ്പെട്ടായിരുന്നു. ഇന്ന് വലുതായിട്ട് കടൽ മീനില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം കുറച്ച് തന്നെ മറ്റേ ആ കൊഞ്ചൊക്കെ ഇല്ലേ, ചെമ്മീൻ, അതൊക്കെ കുറച്ചുണ്ടായിരുന്നേ. അതൊക്കെ വന്നതിൽ കുഞ്ഞൻ കൊഞ്ചുകളാണ്, അതൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ആ റൂ കുറച്ച് വാങ്ങിച്ച്, മറ്റേ കടൽ മീനൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു കേട്ടോ.
പിന്നെ പച്ചക്കറീൻ്റെ ഭാഗത്തോട്ട് വന്ന് ഇവിടെ ആണെങ്കിൽ കുറേ മറ്റേ ചീരയില്ലേ, ചീര ടൈപ്പൊക്കെ ഉണ്ട്. പിന്നെ ഈ അമ്മച്ചീൻ്റെ എല്ലാ ദിവസവും ഞങ്ങൾ പോണ എല്ലാ ടൈമിലും കറിവേപ്പില വാങ്ങിക്കും കേട്ടോ. പിന്നെ അതാണ്ടേ ചീരയും എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നേ. പക്ഷേ മീനുകൾ കുറച്ച് കുറവായിരുന്നു കേട്ടോ. നമ്മൾ വരുന്നത് തന്നെ കടൽ മീൻ വാങ്ങിക്കാനാണ്. നല്ല ഫ്രഷ് കടൽ മീൻ ഇവിടെ കിട്ടുമല്ലോ. പക്ഷേ കടൽ മീൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മറ്റേ ആ റൂവിന്ന് കുറച്ച് മീനും വാങ്ങിച്ച് പിന്നെ ഇങ്ങോട്ട് പച്ചക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. താണ്ട മറ്റേ ആ സാമ്പാർ ചീരയില്ലേ, അതുകൊണ്ട് ഈ ഇരിക്കുന്ന ചീരയ്ക്ക് ചെറിയ പുളിയായിരുന്നു കേട്ടോ. പിന്നെ ഒരു മത്തങ്ങ വാങ്ങിച്ചേ. ഇതിപ്പോൾ മത്തങ്ങയും പയറും മറ്റേ വൻപയറൊക്കെ ഇട്ടിട്ട് കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലെല്ലാവർക്കും കേട്ടോ. ഇതിപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ഓരോരോ മത്തങ്ങകൾ വാങ്ങിക്കും വീട്ടിൽ. ഇതേ കണക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവത്തില്ല കേട്ടോ. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തെ കുരുക്കളില്ലേ അതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ പാക്കറ്റിലിട്ട് സൂക്ഷിച്ചാൽ മതി കേട്ടോ. എത്ര ദിവസങ്ങൾ വേണേലും അതേപോലെ ഇരിക്കും. എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഏട്ടനും മോനും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണേ. ഇന്നാൾക്ക് ഇതേപോലെ കുരുക്കൾ കയ്യിൽ മാത്രമല്ല പുറത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്നും ഇതേപോലെ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വന്നതാണേ. ആ ഒരു ടൈമിൽ ചെറിയ പനിയുണ്ടാവും. ഇതിപ്പം ചെറിയൊരു പനീൻ്റെ കോളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുരുക്കളും വന്ന് അങ്ങനെ എന്തായാലും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.